ശ്രീ പി ആർ ശിവശങ്കർ, എക്സാലോജി കമ്പനിയും CMRL കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് ഫ്രോഡ്ലന്റ് ആണ്, ഡ്യൂബിയസ് ആണ് എന്ന് പറയുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. അത് വളരെ ഗുരുതര സ്വഭാവമുള്ള ഒരു ആരോപണമാണല്ലോ. ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് തന്നെ പറയുന്ന ഒരു കാര്യം, ഈ സാമ്പത്തിക ഇടപാട് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ച് അന്വേഷിക്കണം, അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചും അന്വേഷിക്കണം. അപ്പോൾ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് ഇത് രണ്ട് സംസ്ഥാനങ്ങളിലെ നടന്ന വിഷയമാണ്. സ്വാഭാവികമായും CBI ആണ് അന്വേഷിക്കേണ്ടത്, മറ്റേത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് അന്വേഷിക്കേണ്ടത്, കോമ്പറ്റന്റ് ഏജൻസി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. സാധാരണ നിലയിലുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങളുടെയൊക്കെ ഒരു ടിപ്പ് കിട്ടിയാൽ അത് തേടിപ്പോകുന്ന ED പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട ഈ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാൻ മടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇക്കാര്യത്തിൽ ഒട്ടും താല്പര്യമില്ലാത്തത്? അല്ല, ഇത് അഭിലാഷ് തന്നെ ഇപ്പോൾ ഇത് കമ്പനി ആക്ട് പ്രകാരമുള്ളൊരു കേസാണ്. അത് ROCയുടെ അന്വേഷണത്തിന് മുൻപ് ഇത്തരത്തിൽ ED എങ്ങനെ അന്വേഷിച്ചു പോയാൽ, സത്യസന്ധമായി അന്വേഷിക്കുകയാണെങ്കിൽ കമ്പനി ആക്ട് അല്ലേ അന്വേഷിക്കേണ്ടത്? അത്തരത്തിലുള്ള അന്വേഷണത്തിന് ശേഷമല്ലേ ഇത്? അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമല്ലേ? രാഷ്ട്രീയ പ്രേരിതമായി ഇത്തരം അന്വേഷണത്തിന് എങ്ങനെയാണ് നീതി കിട്ടുക എന്നുള്ളതായിരിക്കും അഭിലാഷ് ഇന്ന് ED ആണ് ഇത്തരത്തിലൊരു അന്വേഷണം ഇട്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇത് രണ്ടായാലും കുറ്റം BJPക്കാണ്, അല്ലെങ്കിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും എന്നുള്ള ഒരു രീതിയാണ്. നിയമപ്രകാരം കമ്പനി ആക്ട് പ്രകാരം ഇപ്പോൾ എത്ര മാസം മുമ്പാണ് ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്നത്? ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് പറഞ്ഞൊരു കാര്യം, ഈ തുക വീണ വിജയന് കിട്ടിയ തുകയും എക്സാലോജിക്കിന് കിട്ടിയ തുകയും ചെയ്ത സേവനത്തിനുള്ള പ്രതിഫലമല്ല എന്നുള്ളതാണ്. ചെയ്ത സേവനത്തിനുള്ള പ്രതിഫലമല്ലാതെ പണം കിട്ടിയാൽ അത് എന്ത് പണമാണ് എന്ന് പിന്നെ പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവിടെ തന്നെ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ എന്നുള്ളത് ലീഗലായ ട്രാൻസാക്ഷൻ ആണ്, പക്ഷെ അത് അവർ ചെയ്ത സർവീസിനുള്ള പ്രതിഫലമായി കിട്ടിയതല്ല എന്ന് വ്യക്തമാകുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പരിശോധിക്കാമല്ലോ. അല്ല, ആവാം. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ, അതിൻ്റെ പൂർണ്ണമായ രേഖകൾ പൊതുമധ്യത്തിലില്ല. അത്തരത്തിലുള്ളൊരു വിധി വന്നപ്പോൾ, ഇൻകം ടാക്സിൻ്റെ വിധി വന്നപ്പോൾ, അപ്പോൾ തന്നെ ഈ ഒരു പ്രാഥമികമായ അന്വേഷണം ROC നടത്തിയെന്നും ഇതിൽ കൂടുതൽ IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതല്ലാത്ത രീതിയിൽ കാര്യമായ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേട് കണ്ടുപിടിച്ചുവെന്നും അതുകൊണ്ടാണ് ഒരു 3 അംഗ കമ്മിറ്റിയെ അല്ലെങ്കിൽ 3 അംഗ പാനലിനെ ഈ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ROC രജിസ്റ്റർ ഓഫ് കമ്പനീസ് ആക്ട് പ്രകാരം ഉള്ള കമ്പനി കാര്യാലയം, ആ മന്ത്രാലയം നിയമിച്ചത് എന്നും അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണം ത്വരഗതിയിലുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്, കാരണം ഇത് മറ്റ് പല സംസ്ഥാനങ്ങളിലുമുണ്ട്, കേരളത്തിലും ബാംഗ്ലൂരിലുമുള്ള കമ്പനിയാണ്. അതുകൊണ്ട് 3 പോണ്ടിച്ചേരിയിലെയും ബാംഗ്ലൂരിലെയും എറണാകുളത്തെയും 3 രജിസ്ട്രാറേയും വെച്ചുകൊണ്ട് കുറച്ചുകൂടി കാര്യക്ഷമമായ അന്വേഷണം നടത്താൻ കമ്പനി ആക്ട് തീരുമാനിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ആദ്യത്തെ ഒരു ഫസ്റ്റ് റിപ്പോർട്ട് അത് തീർച്ചയായിട്ടും EDക്കും അതുപോലെ തന്നെ CBIക്കും പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊരു നോർമൽ പ്രൊസീജിയറാണ്. ഇത്തരത്തിലുള്ള ഒരു PMLA ആക്ട് വരുമെങ്കിൽ അത് EDയിലേക്ക് പോകും. ഇത് അഴിമതി, കറപ്ഷൻ വന്നിട്ടുണ്ട്, പൊളിറ്റീഷ്യൻസ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് CBIയിലേക്കും അതിൻ്റെ ഫയൽ പോകും. അവരൊക്കെ അന്വേഷണം ഒരുപക്ഷെ തുടങ്ങും, അല്ലെങ്കിൽ തുടങ്ങിയിട്ടുണ്ടാകാം, ഇല്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാകാം. കുറച്ചുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സമയം കൊടുക്കുക. അവർ അന്വേഷണത്തിൽ കുറച്ചുകൂടി കഴമ്പുണ്ടോ എന്ന് നോക്കിയിട്ട്, കാരണം ഇതിൽ ചുമത്തിയിരിക്കുന്ന കേസുകളെല്ലാം വളരെ ശക്തമായ കേസുകളാണ്. അത്തരത്തിൽ ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം സെക്ഷൻ 447-ഉം 448-ഉം ഒക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡ്യൂബിയസ് ആയിട്ട് ഫണ്ട് തിരിമറി ചെയ്തിട്ടുണ്ട്, മടക്കിയിട്ടുണ്ട്. ഇത് പ്രോപ്പർട്ടി ആക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം സീഷർ ചെയ്യുവാനും അവരെയെല്ലാം വിളിച്ചു വരുത്തുവാനും അതിൻ്റെ പ്രെമിസസ് റെയ്ഡ് ചെയ്യുവാനും അടക്കമുള്ള ആക്ടുകൾ ഈ PMLA ആക്ട് പ്രകാരമുണ്ട്. കമ്പനി ആക്ട് പ്രകാരം 129 അടക്കമുള്ള കാര്യങ്ങൾ ചെലുത്തിയിട്ടുണ്ട്. അത് എല്ലാം ശക്തമായ ആക്ടാണ്. അപ്പോൾ കമ്പനി ആക്ട് പ്രകാരവും PMLA ആക്ട് പ്രകാരവും ശക്തമായ നിയമ നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ശരി.